പാഠം 766. ഉത്തരത്തിലിരുന്നതും കക്ഷത്തിലിരുന്നതും. ആണി 9 നീ ഇതുവരെ ഷർട്ട് മുണ്ട് തേച്ച് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. മുണ്ടിതാ തേച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ഷർട്ട് ഇതാ അവസാനത്തെ പണിപ്പുരയിലും. ഇത് രണ്ടും എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ളത് ഞാൻ എടുത്തുതരാം. അത് കഴിയുമ്പോഴേക്കും ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലാക്കി മോഹനേട്ടന്റെ ബാഗിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടാവും. ഇത്രയും പോരെ? ഇങ്ങനെ കൃത്യമായി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ഭാര്യയുള്ളതല്ലേ മോഹനേട്ടന്റെ ഭാഗ്യം. ഒരു കാര്യം അറിയണ്ട, എല്ലാം സമയാസമയങ്ങളിൽ റെഡി ആയിരിക്കും. ഭാഗ്യവാൻ. ആത്മപ്രശംസ അധികമാകുന്നത് നല്ലതിനല്ല. ഒരു കാര്യം പറഞ്ഞ് എങ്ങനെയാണ് മോഹനേട്ടൻ ആത്മപ്രശംസയാകുന്നത്? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ മോഹനേട്ടൻ പറ. അതറിയുന്നിടത്ത് പോയി നോക്കിയാലേ അറിയാൻ പറ്റൂ. അതിനും ഞാൻ തന്നെ വേണം. എനിക്ക് ഷർട്ട് മുണ്ടക്കണ്ടേ? ആ പിന്നെ അത് വേണ്ടതാ. അതും മോഹനേട്ടൻ തന്നെ ചെയ്തേ പറ്റൂ. ഓ, ഈ ഷർട്ട് മുണ്ട് കൂടി ഞാൻ തന്നെ ഇട്ടാ മതിയായിരുന്നെങ്കിൽ മോഹനേട്ടൻ എന്നെ കൊണ്ട് അതും ചെയ്യിച്ചേട്ടെ. ആഹാ, വിനോദായിരുന്നു. എന്താ രാവിലെ? ഞാൻ ചേച്ചി ഒന്ന് കാണാൻ വന്നതാ. ഒരു ചെറിയ സഹായം വേണം. എന്താ വിനോദേ, കേസ് വല്ലതും ആണോ? ഹേയ്, കേസൊന്നുമില്ല ചേച്ചി. വർക്ക്ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ട ദിവസമെന്ന് കണക്ക് നോക്കിയപ്പോ 1000 രൂപയുടെ കുറവുണ്ട്. മറ്റന്നാൾ തിരിച്ചു തരാം. 1000 രൂപ തരൂ ചേച്ചി. ഇത്രേ ഉണ്ടായിരുന്നല്ലോ. വിനോദിന്റെ സംസാരം കേട്ടപ്പോ ഞാൻ കരുതി എന്തോ അടിപൊളി കേസ് പെട്ടിട്ടുണ്ടാവുന്നു. നിക്കേ, ഞാന് ഇപ്പൊ വരാം. ശരി. ആരായിരുന്നു? ആ വർക്ക്ഷോപ്പ് നടത്തുന്ന വിനോദിനെ മോഹനേട്ടൻ അറിയില്ലേ? ഇല്ല. സ്റ്റേറ്റ് ബാങ്കിന്റെ അപ്പുറത്തെ വളവിൽ ഇടതുവശത്തിരിക്കുന്ന കെട്ടിടമാ വിനോദിന്റെ. മോഹനേട്ടന് വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യം വരാത്തതുകൊണ്ടാണ് വിനോദിനെ പരിചയമില്ലാത്തത്. എന്റെ സ്കൂട്ടർ 2-3 പ്രാവശ്യം ഈ വിനോദ് നന്നാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുമില്ല, വിനോദാണ് അപ്പുറത്ത് വന്നിരിക്കുന്നത്. എന്തോ ഒരു അത്യാവശ്യത്തിന് കുറച്ച് പൈസ വേണം. 1000 രൂപയുടെ കുറവുണ്ട്. അത് കൊടുക്കാമോ എന്നോട് ചോദിച്ചു. വിനോദിന് പൈസ ആവശ്യം വരുമ്പോ നിന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ? അതല്ല, കടമായിട്ടാണ് ചോദിച്ചത്. മറ്റന്നാൾ രാവിലെ തിരിച്ചരാന്ന് പറഞ്ഞു. കടമായിട്ട് ചോദിച്ചാണോ? 1000 രൂപ? അതെ. അതിനെന്താ കുഴപ്പം? ഈ വിനോദ് ഇപ്പൊ എവിടെ ഉണ്ട്? മുറ്റത്ത് നിൽക്കണ്ട്. മുറ്റത്തോ? നമസ്കാരം. നമസ്കാരം. ഞാൻ വിനോദ്. ആ ബാങ്കിനപ്പുറത്ത് വർക്ക്ഷോപ്പ് നടത്തുക. ഭാമേതയെ പറ്റി പറഞ്ഞായിരുന്നു. എനിക്ക് സ്കൂട്ടർ ഇല്ലാത്തതുകൊണ്ട് വിനോദിന്റെ വർക്ക്ഷോപ്പിലേക്ക് വരേണ്ടി വന്നിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും നടന്നാണ് ഓഫീസിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. അറിയാം സർ. ഒരു സ്കൂട്ടർ വാങ്ങാനുള്ള പണമില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഓഫീസിലേക്ക് നടന്നു പോകുന്നതും തിരിച്ചു വരുന്നതും. സ്കൂട്ടർ ഓടുമ്പോൾ പെട്രോൾ കത്തി പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ആഗോള താപനം ഉണ്ടാകുന്നത്. പറയുമ്പോ എല്ലാം പറയണല്ലോ. അപ്പോ അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാനായി സ്കൂട്ടർ പോലും ഉപയോഗിക്കാതെ നടന്നു പോകുന്ന ആളാണ് കെ മോഹനേട്ടൻ സാർ. അതെ. വിനോദോ? കേടായ സ്കൂട്ടർ നന്നാക്കി കൊടുത്ത് കാശ് സമ്പാദിക്കുന്ന ഒരാൾ. ചുരുക്കത്തിൽ എന്റെ ആദർശങ്ങൾക്ക് നേരെ വിപരീതമാണ് വിനോദിന്റെ പ്രവൃത്തി. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ വിനോദിന് പണം കടം തരും? അല്ല സാർ, ഞാൻ ഒന്നും പറയണ്ട. വിനോദിന് ഒരൊറ്റ രൂപ പോലും ഞാൻ തരില്ല. അല്ലെങ്കിൽ തന്നെ പണം കടം കൊടുക്കുന്ന ഏർപ്പാടിനോട് എനിക്ക് എതിർപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാത്തത്. 1000 രൂപ കൊടുത്താൽ മതി, വിനോദ് മറ്റന്നാൾ തിരിച്ചു തരും. 1 രൂപ പോലും ഞാൻ കടമായി തരില്ല. വിനോദിന് പോകാം, നിനക്ക് മാറാം. അല്ല, എന്റെ ചേച്ചി, ഇതിനാണോ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞേ? അല്ല, മോഹനേട്ടൻ പൈസ തരുമെന്നാണ് ഞാൻ കരുതിയത്. ഒരു കാര്യം ചെയ്യ്, വിനോദ് വക്കീൽ ഓഫീസിലേക്ക് വാ. ഞാൻ വിദ്യാലക്ഷ്മിയുടെ വാങ്ങിത്തരാം. ഇപ്പൊ എന്റെ ഇല്ലാത്തോണ്ടാ. ഇനി ഈ വക്കീൽ ഓഫീസ് തുറക്കുന്നവരെ നോക്കിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. ശരി.
വലിയ വലിയ ഓഫീസർ. എന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം? ആഫീസ് പോകണം, അതല്ല എന്താ? അതല്ല ഞാൻ മോഹനേട്ടനോട് ചോദിച്ചത്. മോഹനേട്ടൻ ആ വിനോദനോട് എന്താ പറഞ്ഞെന്ന്? ഓ, പൈസ കടം കൊടുക്കില്ല എന്ന്. ഇതെന്തൊരു മര്യാദ കേടാ മോഹനേട്ടാ. 1000 രൂപയുടെ കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുക്കാന്ന് ഞാൻ വെച്ചിട്ട് മോഹനേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിനോദിന്റെ മുഖത്ത് നോക്കുന്നത് എങ്ങനെയാ? ഇനി അയാൾക്ക് എന്നെ വല്ല വിലയുണ്ടാവോ? ഞാൻ ഇനി സ്കൂട്ടർ നന്നാക്കി ചിലപ്പോൾ അയാൾ എന്നെ കളിയാക്കി ചിരിക്കും. എന്തിന്? നീ വിനോദിന് കൊടുക്കാനുള്ള പൈസ ഒന്നും ചോദിച്ചല്ലോ വിനോദ് വന്നത്. കടം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട്. അതിലെന്താണ് നാണക്കേട്? ഇത് എന്തൊരു കഷ്ടം എന്റെ മോനേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്കൂട്ടർ കേടായപ്പോഴല്ലേ ഓടി വന്ന് നന്നാക്കിയ ആളാണ് ഈ വിനോദ്. അത് നമ്മൾ ഓർക്കണ്ടേ? അങ്ങനെ നന്നാക്കിയപ്പോഴൊക്കെ നീ അയാൾക്ക് കൂലി കൊടുത്തിട്ടില്ലേ? പിന്നെ നാണക്കേട്? ഭാമേ, ഒരു ദിവസം എത്രയോ പേരാണ് ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വരുന്നത്. അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് എന്റെ ജോലിയാണ്. ഞാനത് ചെയ്യുന്നു. അതിന്റെ പേരിൽ അവരോട് ആരോടെങ്കിലും ഞാൻ പൈസ കടം ചോദിച്ചാൽ അവർ തരണമെന്നുണ്ടോ? ഇത്ര മുട്ടായുക്തികൾ പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ മോനേട്ടാ? നമുക്ക് പരിചയമുള്ള ഒരാൾ വന്ന് 1000 രൂപ ചോദിക്കുമ്പോ അത് കൊടുക്കുന്നില്ലേ മര്യാദ? നീ പറഞ്ഞത് തെറ്റ്. എനിക്ക് ഈ പറഞ്ഞ വിനോദിനെ പരിചയമേ ഇല്ല. എനിക്ക് പരിചയമുണ്ടല്ലോ. ആ പരിചയം വെച്ച് നീ പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക. പറഞ്ഞതുപോലെ മറ്റന്നാൾ വിനോദ് പൈസ തിരിച്ചു തന്നില്ലെങ്കിലോ? അതിന്റെ പിറ്റേന്ന് നീ ചോദിക്കും. അപ്പോഴും വിനോദ് പൈസ തന്നില്ലെങ്കിലോ? അത് വഴക്കാവും, ശത്രുതയാകും. ഇപ്പോ നീയും വിനോദും തമ്മിലുള്ള നല്ല ബന്ധം തകരുകയും ചെയ്യും. എന്തിനാണ് ഭാമ അറിഞ്ഞുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത്? സമ്മതിച്ചു മോഹനേട്ടാ. 1000 രൂപ കടം കൊടുക്കാതിരിക്കാനായി മോഹനേട്ട സങ്കല്പിച്ചുണ്ടാക്കിയ തടസ്സങ്ങളൊക്കെ കൊള്ളാം. മോഹനേട്ടാ, ഈ സ്വഭാവം വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട്. കാശ് കടം കൊടുത്തിട്ടുള്ള ഒരു മര്യാദയും മോഹനേഷൻ കാണിക്കില്ല. ആ, ഉത്തമനാണ്. കാശ് കടം ചോദിക്കാൻ വന്നതാണെങ്കിൽ ഏൽക്കരുത്. ഞാൻ 10 പൈസ തരില്ല. നമസ്കാരം വക്കീലേ. ഞാനൊരു ഭയങ്കര സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ ഉത്തമ? പണ്ട് ഞാൻ വക്കീലിനൊരു കേസ് പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. സാർ നമസ്കാരം. ഒരു രാജേന്ദ്രന്റെ വക്കീൽ കേസ് വാദിച്ച് ജയിക്കുകയും ചെയ്യും. ഉത്തമ, ആ കേസിന്റെ കാര്യം മേലെ ഇവിടെ വേണ്ടി പോരുത്. അന്ന് ആ കേസ് ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചു കഴിഞ്ഞപ്പോഴേ രാജേന്ദ്രൻ ഒറ്റ മുങ്ങിയതാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് അയാൾ ഒരു വിവരവും ഇല്ല. എല്ലാം കൂടി രൂപ 25,000 അയാൾ എനിക്ക് തരാനുള്ളത്. അല്ലാതെ കിട്ടാനുള്ള കാശ് ചോദിച്ചു വാങ്ങാൻ പോലും അറിയാത്ത നീയാണ് ആളുകൾക്ക് കടം കൊടുക്കാൻ നിൽക്കുന്നത്. കഷ്ടം. സാറേ, വക്കീലെ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നതെന്ന്. രാവിലെ ഈ രാജേന്ദ്രൻ എന്നെ വിളിച്ചു. അയാൾ ചെന്നൈ നാട്ടിലെത്തിയിട്ടുണ്ട്. വക്കീലിന് തരാനുള്ള 25,000 രൂപയായിട്ട് അയാൾ 11 മണിക്ക് വക്കീൽ ഓഫീസിൽ എത്തുമെന്നും പറഞ്ഞു. സത്യം. ഈ രാജേന്ദ്രൻ തന്നെ അല്ലേ എന്നെ വിളിച്ചു പറഞ്ഞത്. അയ്യോ, 25,000 രൂപ! ഇന്ന് ഞാനൊരു കലക്കുന്നു. സാറേ, ഇതിപ്പോ ഞാൻ കൊണ്ടുവന്ന കക്ഷിയല്ലേ. അങ്ങനെ പറ്റിച്ചിട്ട് പോവോ? അങ്ങനെ പറ്റിച്ചിട്ട് പോവാ യുദ്ധമ സമ്മതിക്കോ? എന്താ എത്രയാ പറഞ്ഞ? 25,000. ആ വിദ്യ, നീ ഒരു സംഭവം അറിഞ്ഞോ? അന്ന് കേസ് വിധിയായപ്പോ പൈസ തരാതെ പോയ രാജേന്ദ്രനല്ലേ, നമ്മുടെ ഉത്തമം കൊണ്ടുവന്ന കേസ്. അയാൾ ഇന്ന് വക്കീൽ ഓഫീസിലേക്ക് വരുന്നു. മുഴുവൻ പൈസ ഇന്ന് തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും കിട്ടില്ലാന്ന് കരുതിയ പൈസയല്ലേ ഇന്ന് കിട്ടാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ച് പൊളിക്കണം. ഒരു കാര്യം ചെയ്യാം, ഉച്ച കഴിഞ്ഞിട്ട്. അല്ല, നിനക്കിത് കേസ് വല്ലതും ഉണ്ടോ? ആ, അപ്പൊ സൗകര്യായി. ഉച്ചയ്ക്ക് കോടതിയിൽ നിന്നിറങ്ങി നേരെ സുലൈമാനിക്കട കടയിൽ പോയി ഓരോ ബിരിയാണി, എന്നിട്ട് നേരെ പോയി ഒരു സിനിമ. വൈകിട്ട് ഇറങ്ങിയ അഞ്ചല ടെക്സ്റ്റൈൽസിൽ നിന്ന് എനിക്ക് ഒരു സാരി വാങ്ങണം. ഹലോ, എന്റെ വക നിനക്കൊണ്ടൊരു സാരി. ആ കേസിൽ നീ എന്നെ കുറച്ചൊക്കെ സഹായിച്ചതല്ലേ,
സാരി വാങ്ങി സേതുവിന്റെ ബേക്കറി കയറി ഓരോ ഐസ്ക്രീം കഴിച്ച് നമ്മൾ പിരിയുന്നു. ഓക്കെ? അപ്പോ ഉച്ചയോട് കൊണ്ടുവരണ്ട, മനസ്സിലായല്ലോ? ഓക്കെ. എന്താണ് ഉദ്ദേശം? ഇത് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ ധൂർത്തടിക്കാനുള്ള പരിപാടി. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ പൈസയല്ലേ? അത് കിട്ടുമ്പോഴുള്ള സന്തോഷം ശരിക്കും ഒന്ന് ആഘോഷിക്കണ്ടേ? ഇങ്ങനെയാണോ സന്തോഷം ആഘോഷിക്കുന്നത്? നീ ഇപ്പൊ ഫോണിലൂടെ പറഞ്ഞ ചെലവുകൾ മുഴുവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപയെങ്കിലും വേണ്ടി വരും. അതിനെന്താണ്, രാജേന്ദ്രൻ തരാനുള്ളത് രൂപ 25,000 അല്ലേ? അതുകൊണ്ട് 25,000 രൂപ കിട്ടുമ്പോൾ 5,000 രൂപ ധൂർത്തടിക്കണമെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഇത് ദൂരത്തല്ലല്ലോ മോനട്ടാ. ഒരു ബിരിയാണി, ഒരു സിനിമ, ഒരു സാരി, ഒരു ഐസ്ക്രീം. ഇതെങ്ങനെ ദൂർത്താവുന്നത്? നീ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് വിദ്യാലക്ഷ്മിക്ക് ബിരിയാണി, ഐസ്ക്രീമും സാരിയൊക്കെ മേടിച്ചു കൊടുക്കുന്നതിനാ. അവൾ ആ കേസിൽ എന്നെ സഹായിച്ചാണോ മോനട്ടാ? ഈ പൈസ ആയിട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഇനി ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാം. അതൊന്നും ശരിയാവില്ല. നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അങ്ങനെ തോന്നും പോലെ ചെലവായി കളയാൻ ഞാൻ സമ്മതിക്കില്ല. ആ പൈസ മുഴുവൻ നീ ഇങ്ങോട്ട് കൊണ്ടുവാ. സഹകരണ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നല്ല പലിശ കിട്ടും. എങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നല്ല പലിശ കിട്ടും. നടന്നത് തന്നെ. ഇതുവരെ എനിക്ക് കിട്ടിയ ഫീസല്ലേ ഇങ്ങനെ ഞാൻ മോഹനേട്ടനെ കൊണ്ട് നേപ്പിച്ചിട്ട് ഒടുവിൽ എനിക്കിന്നൊരു ആവശ്യം വന്നപ്പോ മോഹനേട്ടനോട് പറഞ്ഞു, മോഹനേട്ടന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന്. എന്നെ വിശ്വസിച്ച് ഇവിടെ വന്ന വിനോദിനെ മോഹനേട്ടനെ അധിക്ഷേപിച്ച് പറഞ്ഞു വിട്ടു. ശരിയല്ലേ? ഇനി എനിക്ക് കിട്ടുന്ന പൈസ മോഹനേട്ടനെ കൊണ്ടൊന്ന് തന്നത് തന്നെ. വിനോദിന്റെ കാര്യം ഇപ്പൊ നമുക്ക് ശരിയാക്കാം. വിനോദിന്റെ മുന്നിൽ നാണം കിട്ടുമ്പോഴും ഞാനല്ലേ മോനട്ടാ? ആ നാണക്കേടിന്റെ കണക്ക് തീർക്കാനാണ് തന്നെ മോനോട്ട് കരുതിക്കോ. എനിക്ക് കിട്ടുന്ന 25,000 രൂപ ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ ചെലവാക്കും. അത് മാത്രമല്ല, മേലിൽ എനിക്ക് കിട്ടുന്ന നയാ പൈസ പോലെ ഞാൻ മോഹനോട് തരില്ല. മോഹനേട്ടാ, വിനോദിന്റെ മുന്നിലുണ്ടായ നാണക്കേട് ഇനി എന്റെ ജീവിതത്തിലുണ്ടാവരുത്. ഈശ്വര, $25,000 രൂപ. ഇറങ്ങുന്നു. വിനോദല്ലേ അത്? പാമയെ സോപ്പിടാനൊരു വഴിയുണ്ട്. 1000 രൂപ മുടക്കിയാൽ 25,000 രൂപ അടിച്ചെടുക്കാം. 1000 ഉണ്ടോ? അനിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിനോദിന് എന്നോട് ദേഷ്യമുണ്ട്, നീ മുഖം കണ്ടാ അറിയാം. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കേട്ടാ വിനോദിന് എന്നോടുള്ള സകല ദേഷ്യവും അങ്ങ് പോവും. എനിക്ക് സാറിനോട് ഒരു ദേഷ്യവും ഇല്ല. ഭ്രാന്തന്മാരോടൊക്കെ ദേഷ്യപ്പെട്ട് എന്താ കാര്യം? 1000 രൂപ കടം ചോദിച്ചതല്ലേ സാർ അമ്മാതിരി വർത്താനൊക്കെ പറഞ്ഞത്? വിനോദനിയൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. സത്യത്തിൽ വിനോദനിയൻ വീട്ടിൽ വരുമ്പോ എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ വിനോദിനിയും വിശ്വസിക്കില്ല. അത് മാത്രമല്ല, ഒരു വില്ലേജ് ഓഫീസറായി എന്റെ കയ്യിൽ 1000 രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? അതുകൊണ്ടാണ് പണം കടം തരില്ല എന്ന് അന്നേരം ഞാൻ പറഞ്ഞു പോയത്. പക്ഷേ വിനോദനിയൻ അവിടെ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഉത്തമൻ വീട്ടിലേക്ക് കയറി വന്നു. ഉത്തമൻ എനിക്ക് തരാനുണ്ടായിരുന്ന പൈസ തരാനാണ് വന്നതും. ഞാനപ്പോ ഉത്തമനോട് എന്താ പറഞ്ഞെന്നറിയോ വിനോദനിയന്? ഉത്തമൻ ഒരു 5 മിനിറ്റ് മുമ്പ് ഈ പൈസയും കൊണ്ട് വന്നിരുന്നുവെങ്കിൽ ആ പാവം വിനോദനിയന് 1000 രൂപ കൊടുക്കാമായിരുന്നല്ലോ എന്ന്.
എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഇവിടെ വെച്ച് വിനോദിനെ വീണ്ടും കണ്ടത്. ഇപ്പോൾ കണ്ടതുകൊണ്ട് വിനോദിന് തരാനുള്ള 1000 രൂപ എനിക്ക് തരാൻ പറ്റും. വാങ്ങൂ, 1000 രൂപയുണ്ട്. എനിക്ക് വേണ്ട സർ. വേണ്ടേ? എന്താ? സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ടൗണിലെ കടക്കാരനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു 1000 രൂപ 2 ദിവസം കഴിഞ്ഞ് തന്നാ മതിയെന്ന്. അല്ലല്ലോ, അത് ശരിയാവില്ല. നമ്മൾ ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോ മുഴുവൻ പണം കൊടുത്ത് വാങ്ങുന്നതാണ് നല്ലത്. കടം പറഞ്ഞാൽ അത് നമ്മുടെ അഭിമാനത്തിനെ ബാധിക്കുന്നത്. ഇത് വാങ്ങൂ. വേണ്ട സർ, സാധനം കടം കിട്ടുമെന്നുള്ളപ്പോ ഞാൻ എന്തിനാ സാറിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുന്നത്? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. വിനോദ് ഇപ്പൊ ഈ പൈസ വാങ്ങിയില്ല, അതിന്റെ ദോഷം എനിക്കാ. ഇത് വാങ്ങി പറ്റൂ. ഞാൻ പൈസ വാങ്ങിയില്ലെങ്കിൽ സാറിന് എന്താണ് പ്രശ്നം? അല്ല, അത് പിന്നെ എനിക്കതൊരു മനപ്രയാസമായിട്ട് മാറും. വിനോദ് പണം ചോദിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ എത്ര നാൾ വേദനിക്കും. എനിക്കില്ലാത്ത വേദന സാറിന് എന്തിനാ? എനിക്ക് എന്തായാലും ഈ പൈസ വേണ്ട എന്നങ്ങ് പറഞ്ഞാൽ മതിയോ? രാവിലെ വീട്ടിൽ കയറി വന്ന് പണം കടം ചോദിച്ച് കുടുംബസമാനം കളഞ്ഞിട്ട് ഇപ്പൊ കാശ് വേണ്ടതോ? മര്യാദക്ക് പൈസ വാങ്ങിച്ചിട്ട് പോയിക്കൊള്ളണം. ഇനി കാശ് കൊടുത്തിട്ട് അവിടുന്ന് സാധനം വാങ്ങിയാൽ മതി. ഇതെന്തോന്ന് വിരട്ടി കാശ് കടം തരുന്നു? എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയില്ല. കാശ് ആയിരുണ്ടോ? ഉണ്ട്. മോഹൻ സാറ് 1000 രൂപ എന്ന് പറ. അതെന്തിന്? പറയാൻ പറഞ്ഞോളൂ. ചുമ്മാല്ലോ, 1000 രൂപ കടം കൊടുത്തിട്ടല്ലേ? വിളിക്ക. അറിയുന്നുണ്ട്. ചേച്ചി, ഞാനാ വിനോദ്. ഞാൻ മോഹനേഷ് സാറിനെ ഇപ്പൊ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. സാർ എനിക്ക് 1000 രൂപ തന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണം വേണ്ട. ആണെങ്കിൽ സാറേ ഭാമയുമായുള്ള പ്രശ്നം ഇപ്പോൾ തന്നെ തീർത്തില്ലെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് ആ 25,000 രൂപ അവള് തീർക്കും. എന്താ സംഭവം എന്നൊന്നും എന്നോട് ചോദിക്കരുത്. മോഹനേട്ടന് ഓരോ നിമിഷവും ഓരോ തോന്നലല്ലേ. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്യുകയും ചെയ്യും. രാവിലെ ഇവിടെ വന്ന് വിനോദ് 1000 രൂപ ചോദിച്ചപ്പോ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വിനോദിനെ വഴി വെച്ച് കണ്ടപ്പോ പൈസ കൊടുക്കുകയും ചെയ്തു. 1/2 മണിക്കൂറിനകത്ത് അഭിപ്രായം മാറ്റി കളഞ്ഞു. അതെ അതെ. ആഫീസിൽ പോയില്ലേ? വിദ്യ, മോഹനേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ വിളിച്ചോളാം. ഇതെന്താ ആഫീസിൽ പോകാതിരുന്നേ? വല്ലതും മറന്നുപോയോ? വിനോദിനെ ഫോൺ വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. വിനോദ് ഞാൻ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. വിനോദ് പറഞ്ഞു. ആർക്കും ഒരൊറ്റ രൂപ പോലും കൊടുക്കാത്ത ഞാൻ എന്തുകൊണ്ടാണ് വിനോദിന് മാത്രം 1000 രൂപ കൊടുത്തത്? എന്തുകൊണ്ടാ? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. അയ്യോ, വിനോദിന് മുന്നിൽ നിനക്കൊരു നാണക്കേടുണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? പക്ഷെ കടം ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. ഉണ്ട്. പക്ഷെ വിനോദ് നിന്റെ അടുത്ത പരിചയക്കാരല്ലേ? പരിചയക്കാർക്ക് പൈസ കൊടുക്കുമ്പോഴാണല്ലോ മോഹനേട്ടൻ നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം പൈസ സമയത്ത് തിരിച്ചു കിട്ടാതെ ആവുമ്പോ ആ പരിചയം നമുക്ക് ശത്രുതയാവാം. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല. വിനോദ് പറഞ്ഞ സമയത്ത് പൈസ തിരിച്ചു തരും. സാറിന്റെ വേഷക്കെട്ടില് സാറിന്റെ കൈ വെച്ചാ മതി. രാജേന്ദ്രൻ തരാനുള്ള രൂപ 25,000 രൂപ എന്റെ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാനായി വിനോദിന് 1000 രൂപ കൊണ്ടുപോയി കൊടുത്തു. അതല്ലേ സത്യം? അങ്ങനെ വെച്ചാ ഞാൻ പൈസ സമ്പാദിക്കുന്നത് തന്നെ അത് നമുക്ക് രണ്ടും കൂടെ വേണ്ടിയല്ലേ? ആണാണേ ആണ്. ഹലോ. വക്കീലെ, ഞാനാണേ. എന്താ ഉത്തമ? അത് ഒരു പ്രശ്നമുണ്ട്. ആ രാജേന്ദ്രൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അപ്പം വിചാരിച്ച പൈസ കിട്ടിയില്ല എന്ന്. പൈസ കിട്ടണമെങ്കിൽ 1 മാസം കഴിയുമെന്ന്.
അടുത്ത മാസം അവൻ തരും വക്കീലെ, ഉറപ്പാണ്. ഒരു മിനിറ്റ് ഉത്തമ. എന്താ? ദാ ഹലോ. ആ എന്താ ഉത്തമ? അല്ല സാറേ, രാജേന്ദ്രൻ പറഞ്ഞ പൈസ ശരിയായില്ല. ഒരു മാസം കഴിഞ്ഞേ തരാൻ പറ്റുമെന്ന്. എന്ന് വെച്ചാ തരാന്ന് പറഞ്ഞ 25,000 രൂപ കിട്ടാ ഒരു മാസം കഴിയുമെന്ന്. പറഞ്ഞതുപോലെ 25,000 രൂപ ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഉത്തമൻ വിവരം അറിയും. ഇന്ന് ഉത്തമൻ ഒരാൾ കാരണം എനിക്ക് എന്ത് മാത്രം നഷ്ടം ഉണ്ടായെന്ന് അറിയാമോ? എനിക്ക് ആ പൈസ ഇന്ന് തന്നെ കിട്ടണം. അതെന്തായാലും നടക്കൂല സാറേ. ഹലോ ഉത്തമ, ഉത്തമനെ വെച്ചിട്ടുണ്ട്. ആളെ പറ്റിക്കുന്നോ? എന്റെ 1000 രൂപ. എന്താ വിനോദിനെ വിളിച്ച് 1000 രൂപ തിരിച്ചു തരാൻ പറ. എങ്ങനെ? വിനോദിനെ വിളിച്ച് 1000 രൂപ തിരിച്ചു തരാൻ പറയാൻ. അയ്യോ, അത് മോഹനോട് തന്നെ അങ്ങ് ചോദിച്ചാ മതി. മോഹനേട്ടാ, തോട്ടിക്കിടന്നത് കിട്ടിയതുമില്ല, ഒറ്റാലി കിടന്നത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഇതിനെയാണ് മോനേട്ടാ? ഓ, ഇനി ഇങ്ങനെ വിഷമിക്കണ്ട. ആ 1000 രൂപ മറ്റന്നാളെ വിനോദ് തിരിച്ചു തരില്ലേ? അത് തിരിച്ചു തന്നില്ലെങ്കിൽ വിനോദം വിവരം അറിയും. ചെറിയൊരു ഇരയെ കോർത്ത് ചൂണ്ടയിട്ട് സ്രാവിനെ പിടിക്കാൻ നോക്കിയതാണ് വില്ലേജ് ഓഫീസർ. പക്ഷേ സ്രാവ് ചൂണ്ടയിൽ കൊത്തിയില്ല എന്ന് മാത്രമല്ല, ഇര കൈവിട്ടു പോവുകയും ചെയ്തു. സ്വന്തം ഭാര്യയുടെ ന്യായമായ ഒരു ആവശ്യത്തിനെതിരെ നിന്നതിനുള്ള ശിക്ഷയായി ഇതിനെ കണ്ട് ഇന്നത്തേക്ക് വിടാം.